സമസ്തയുടെ മേൽവിലാസത്തിൽ വളർന്നു പന്തലിച്ചൊരു സംവിധാനമാണെങ്കിൽ സമസ്തയുടെ മേൽവിലാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു നിമിഷം അത്തരം സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് അന്തസ്സുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് സാധ്യമല്ലെന്ന് പ്രവൃത്തി പദത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇതാരോടെങ്കിലും വലിയ വെല്ലുവിളിയല്ല. അതുകൊണ്ട് ഈ മുഖ്യധാരയോട് ചേർന്ന് നിൽക്കുന്നതാണ് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം. വിഘടിച്ച് നിൽക്കുന്നതും വിഭാഗീയമായി ചിന്തിക്കുന്നതും ഒറ്റപ്പെട്ട് നിൽക്കുന്നതൊക്കെ സ്വയം പരാജയത്തിലേക്കുള്ള വഴികളാണ് എന്ന് സ്വയം തിരിച്ചറിയുന്നത് നല്ലതാണ്. മാത്രമല്ല, ഈ 100 കൊല്ലത്തിനിടയിൽ സമസ്ത കേരള ജമിയത്തുലമയെ വെല്ലുവിളിച്ചവരാരും ഇന്നുവരെ വിജയിച്ചതായിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും ഒക്കെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധ്യമാകണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള ജമിയത്തുലമ അതിന്റെ 100ാം വാർഷിക ആഘോഷത്തിന്റെ നിറവിലാണ് ഇന്നുള്ളത്. ഒരു പണ്ഡിത പ്രസ്ഥാനം, പ്രത്യേകിച്ച് ഒരു ആദർശത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ അതിന് 100 വർഷം തികയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ചരിത്രത്തിലെ വലിയൊരു അത്ഭുതമാണ്. ചരിത്രത്തിൽ 100 വർഷം തികച്ച, 100 വർഷത്തിലധികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും മറ്റു പല മേഖലകളിലുമുള്ള പല പ്രസ്ഥാനങ്ങളെയും ധാരാളം കാണാൻ സാധിക്കും. ആ പ്രസ്ഥാനങ്ങളൊക്കെ തലമുറകൾ മാറി മാറി വന്നപ്പോഴും അവർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്ന ചോദ്യത്തിന്റെ ഒരേ ഒരു ഉത്തരം, ആ പ്രസ്ഥാനങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അതാത് കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ താല്പര്യമനുസരിച്ചുകൊണ്ട്, ചുറ്റുപാടുകൾക്കനുസരിച്ചുകൊണ്ട് ആശയത്തിലും നയങ്ങളിലുമൊക്കെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കാലത്തിനനുസരിച്ച് കോലം കെട്ടുന്ന വിധത്തിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് അവർക്കെല്ലാം പതിറ്റാണ്ടുകളോളം സമൂഹത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചത്. ഒരുപക്ഷെ രൂപീകരണ കാലത്തെ പേര് അതേപോലെ നിലനിന്നിട്ടുണ്ടാവാം, രൂപീകരണ കാലത്തെ പതാകയുടെ നിറം അതേപോലെ നിലനിന്നിട്ടുണ്ടാവാം. അങ്ങനെ ചില മാറ്റങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിത്തിരുത്തിയതായിട്ട് കാണാൻ സാധിക്കും. അത് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിദഅി പ്രസ്ഥാനങ്ങളെ പരിശോധിച്ചാലും അത് കാണാൻ സാധിക്കും. മുജാഹിദ് പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ രൂപം കൊണ്ട കാലത്ത് അവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിരുന്ന ആശയങ്ങൾ ഏതെല്ലാം കാര്യങ്ങളിലായിരുന്നോ ആ ആശയങ്ങളിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തവും വൈരുദ്ധ്യവുമായിട്ടുള്ള ആശയങ്ങളാണ് അവരിന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ പ്രാമാണികരായ പണ്ഡിതന്മാരെയും സ്ഥാപകരെയും ഒക്കെ എങ്ങനെയാണ് സമൂഹത്തിൽ പ്രചരിപ്പിച്ചിരുന്നത്, പരിചയപ്പെടുത്തിയിരുന്നത്? അതിലുള്ള പല പേരുകളും ഇന്ന് വെട്ടിമാറ്റപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. പല സ്ഥാപകരെയും തള്ളിപ്പറയുന്നതായിട്ട് കാണാൻ കഴിയും. ബിദഅി പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിൽ പോലും അത്തരത്തിലുള്ള വലിയ മാറ്റിത്തിരുത്തലുകളും അവിടെ ചരിത്രത്തിലുടനീളം നിലനിൽക്കുന്ന ആശയപാപ്പരത്വത്തിന്റെ ഒട്ടേറെ ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എന്നാൽ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണ് സമസ്ത കേരള ജമിയത്തുലമയുടെ ചരിത്രം പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കുക. ഏറ്റവും പ്രധാനമായും 1926 ഈ പ്രസ്ഥാനം രൂപം കൊള്ളുന്ന കാലത്ത് പുതിയൊരാശയ പ്രചാരണം സമസ്ത കേരള ജമിയത്തുലമ നടത്തിയിട്ടില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ പരിശുദ്ധമായ ദീൻ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രചരിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതയാണ്. അതിന്റെ അർത്ഥം സ്വഹാബത്തിൽ നിന്നാണ്
ഇന്ത്യയിൽ പരിശുദ്ധമായ ദീൻ പരിചയപ്പെടാൻ അവസരം സിദ്ധിച്ചത് എന്നർത്ഥം. അങ്ങനെ പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെട്ട വിശുദ്ധമായ ദീനിനെ, അതിനെ പ്രബോധനം ചെയ്യുവാനും അതിനെതിരായി വരുന്ന ആശയപ്രചാരണങ്ങളെ നിയമവിധേയമായി പ്രതിരോധിക്കാനും ഇനി സംഘടിതമായ ചില പ്രവർത്തനങ്ങൾ ആവശ്യമാണ്, ഒരു സംഘടന ആവശ്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നത്. അക്കാലം അത്രയും പാരമ്പര്യമായി പൈതൃകമായി നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള അക്കാലത്തെ പണ്ഡിതന്മാർ സൂക്ഷിച്ചു വെച്ച പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ മാർഗരേഖയായ അഹ്ലുസുന്നത്ത് വൽ ജമാഅയെ അതിനെ ഇനി ആ തീരുമാനത്തനുസരിക്കാൻ നമ്മുടെ മഹല്ല് ജമാഅത്ത് ബാധ്യസ്ഥമാണ്. ഇതാണ് നമ്മുടെ നാടിന്റെ പാരമ്പര്യം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ദീനിയായിട്ടുള്ള വിഷയങ്ങൾ എടുക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണ് നമ്മുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിലൂടെ മുന്നോട്ട് പോയതിന്റെ ഗുണഫലം എന്താണ്? പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായി ഏത് പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വന്നാലും അത്തരം പ്രസ്ഥാനങ്ങൾക്ക് നമ്മുടെ മഹല്ല് ജമാഅത്തുകളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കിടയിലേക്ക് പ്രവേശനം ലഭിക്കാത്ത വിധം എല്ലാ കാലത്തും അവർ ഒറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം അവരെ മഹല്ല് ജമാഅത്ത് അംഗീകരിക്കുന്നില്ല, അവരെ നമ്മുടെ ഉസ്താദുമാർ അംഗീകരിക്കുന്നില്ല, അവരെ നമ്മുടെ നാട്ടിൽ സ്വീകാര്യമല്ല. അതുകൊണ്ട് അവരെന്നും ഒരു തെറിച്ചു നിൽക്കുന്ന, വിഘടിച്ചു നിൽക്കുന്ന, ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. സമുദായത്തിന്റെ മുഖ്യധാര എന്ന് പറഞ്ഞാൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമുദായത്തോട് പറയുന്ന, ഉപദേശിക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് അനുസരണയുള്ള, അദബുള്ള, ആദരവുള്ള ഒരു സാമൂഹിക ചുറ്റുപാട്. ഈ ചുറ്റുപാട് കഴിഞ്ഞ 100 വർഷക്കാലം വളരെ അഭിമാനത്തോടുകൂടി നിലനിൽക്കാൻ നമുക്കും നമ്മുടെ മുൻഗാമികൾക്കും സാധ്യമായി. എന്തെല്ലാം വിഘടിത പ്രവർത്തനങ്ങൾ നമ്മുടെ നാടുകൾ നടന്നു, ഏതെല്ലാം പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വന്നു, അവിടെയെല്ലാം എന്താണ് ഇത്തരം കാര്യങ്ങളിൽ സമുദായം സ്വീകരിക്കേണ്ടത് എന്ന് കൃത്യമായി സമസ്ത പറഞ്ഞു. പലപ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് അല്പം വൈകലുണ്ട് എന്ന് നമ്മളെ പോലെയുള്ള ചെറുപ്പക്കാർ പരാതി പറയാറുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കണം, ബുദ്ധിമാന്മാരായ, വിവേകശാലികളായ, ദീർഘവീക്ഷണമുള്ള നമ്മുടെ ആദരണീയരായ ഉസ്താദുമാർ അതിന്റെ എല്ലാം വരായികളെ കൃത്യമായി ആലോചിച്ച് പഠിച്ചു മനസ്സിലാക്കി ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം തീരുമാനം പ്രഖ്യാപിക്കാറുള്ളത്. പക്ഷെ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രസ്ഥാനത്തിനെതിരെയാണോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനം പ്രഖ്യാപിച്ചത്, ഏതൊരു വ്യക്തിക്കെതിരെയാണോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനം പ്രഖ്യാപിച്ചത്, ഏതൊരു വ്യാജ ത്വരീഖത്തുകൾക്കെതിരെയാണോ തീരുമാനം പ്രഖ്യാപിച്ചത്, സമസ്ത പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം അത്തരം പ്രസ്ഥാനങ്ങളുടെ വളർച്ച സ്തംഭിച്ചു പോയി എന്ന് ചരിത്രത്തെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആളുകളെ ഒരുപക്ഷെ സംഘടിപ്പിച്ചിട്ടുണ്ടാവാം, ആകർഷകമായ ചില പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടാകാം. പക്ഷെ സമൂഹത്തിൽ അംഗീകാരവും വിശ്വാസ്യതയും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ സംഘടനാ വേദിയായതുകൊണ്ട് ഇതൊരു അഹങ്കാരത്തിന്റെ ഭാഷയായിട്ട് നിങ്ങൾ ആരും പരിഗണിക്കണ്ട. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100 വർഷക്കാല ചരിത്രത്തിനിടയിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവരെ മുസ്ലിം സമുദായം പിൻപറ്റാൻ പാടില്ല എന്നൊരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും കാലത്തെ സമൂഹത്തിൽ അംഗീകാരവും സ്വീകാര്യതയും നേടാൻ സാധ്യമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഉണ്ടായിട്ടില്ല. സമൂഹത്തിൽ എന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്താണ് ഇതിന് കാരണം? ആദരണീയരായ മുഷാവറ അംഗങ്ങളായിട്ട് ഉസ്താദുമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, സമസ്തയുടെ മുഷാവറ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിന്റെ പ്രത്യേകത എന്താണ്? ദീനീയായ വിഷയങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുക്കുന്ന തീരുമാനങ്ങൾ വ്യക്തികളുടെ അഭിപ്രായങ്ങളെക്കാൾ അപ്പുറം പ്രമാണങ്ങളുടെ അഭിപ്രായങ്ങൾക്കും പ്രമാണങ്ങൾക്കനുസൃതമായിട്ടാണ് തീരുമാനം എടുക്കാറുള്ളത്. പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടാണ് തീരുമാനം എടുക്കാറുള്ളത്. ആ തീരുമാനങ്ങൾക്ക് പിന്നൊരു മാറ്റിത്തിരുത്തലിന്റെ ആവശ്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ തീരുമാനത്തിന്റെ കൂടെ കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ പഠിപ്പിച്ച, പരിശീലിപ്പിച്ചൊരു കാര്യമാണ്
അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശം അനുസരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും കുടുംബമാണെങ്കിലും അവരോടൊക്കെ നമ്മുടെ ഉസ്താദുമാർ നിരന്തരമായി ഉപദേശിക്കുന്ന ഒരു കാര്യമാണ് ബിദഅി പ്രസ്ഥാനങ്ങളുമായിട്ട് അകന്നു നിൽക്കണം. ബിദഅി പ്രസ്ഥാനങ്ങളുമായിട്ട് അകന്നു നിൽക്കണം. ബിദഅി ആശയ പ്രചാരകർക്ക് എന്താണ് തെറ്റെന്ന് ഒരുപക്ഷെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധ്യമായിക്കൊള്ളണമെന്നില്ല. അതൊക്കെ അത്രത്തോളം മതപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവും പാണ്ഡിത്യമുള്ളവർക്ക് മാത്രമേ കൃത്യമായി തിരിച്ചറിയാനും മനസ്സിലാക്കാനും സാധിക്കൂ. അതിനുവേണ്ടി മഹാന്മാരായ ഉസ്താദുമാർ എന്തു പറഞ്ഞു? നമ്മളെപ്പോലുള്ള സാധാരണക്കാരോട് പറഞ്ഞു, ബിദഅി പ്രസ്ഥാനങ്ങളുമായിട്ട് അകന്നു നിൽക്കണം. അവരുമായിട്ട് അമിതമായ ചങ്ങാത്തം ഉണ്ടാവണ്ട. അവരുമായിട്ട് പരിമിതി വിട്ടുകൊണ്ടുള്ള ഇടപെടൽ എന്ന സ്വഭാവത്തിലേക്ക് വരേണ്ടതില്ല. വ്യക്തിബന്ധവും സൗഹൃദങ്ങളും ഒക്കെ അതിന്റെ പരിധി അനുസരിച്ച് ഉണ്ടാവാം. പക്ഷേ അത്തരം പ്രസ്ഥാനങ്ങളെ, ആശയ പ്രചാരകരെ അകറ്റി നിർത്തണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മഹലിൽ നിന്ന് അകറ്റി നിർത്തണം, മദ്രസയിൽ നിന്ന് അകറ്റി നിർത്തണം, അറബിക് കോളേജിൽ നിന്ന് അകറ്റി നിർത്തണം, സ്ഥാപനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണം, വ്യക്തിബന്ധങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണം. എല്ലായിടത്തും ഒരു അകലം കാത്തു സൂക്ഷിക്കുന്ന ഒരു സംവിധാനം. ആ സംവിധാനം ഉണ്ടായതുകൊണ്ട് അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? അതുകൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ അത്തരം സാംക്രമിക രോഗങ്ങൾ ഒരു പകർച്ചവ്യാധി പോലെ നമുക്കിടയിലേക്ക് കയറി വരില്ല. പകർച്ചവ്യാധി പോലെ അത്തരം അപകടകരമായ ആശയങ്ങൾ നമുക്കിടയിൽ സ്വാധീനം ചെലുത്തില്ല. അകറ്റി നിർത്താനുള്ള ഉപദേശത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. കോവിഡ് ഉണ്ടായ സമയത്ത് എന്തായിരുന്നു വൈദ്യശാസ്ത്രം, നമ്മുടെ ഡോക്ടർമാർ, ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരുന്നത്? അകലം പാലിക്കുക, ഡിസ്റ്റൻസ്. ഈ അകലം പാലിക്കാൻ വേണ്ടി ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിച്ചു. എന്താണ് കാരണം? ആരോഗ്യമുള്ള ശരീരത്തിലേക്ക് ഈ വൈറസ് കയറി വന്നു കഴിഞ്ഞാൽ നമ്മളെയും കോവിഡ് ബാധിക്കും. അപ്പൊ കോവിഡ് ബാധിക്കാതിരിക്കാൻ, പകർച്ചവ്യാധികൾ വ്യാപിപ്പിക്കാതിരിക്കാൻ ആ രീതിയിലുള്ള സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണം, അകലം പാലിക്കണം എന്ന് പറഞ്ഞു. ഇതേ സംവിധാനമാണ് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്. ഈ അകലം പാലിക്കണം. എന്തിനാണ് അകലം പാലിക്കുന്നത്? അവരോടുള്ള അന്ധമായ ശത്രുത കൊണ്ടല്ല, അവരോടുള്ള അന്ധമായ വ്യക്തിവിരോധം കൊണ്ടല്ല, അവരെ എങ്ങനെയെങ്കിലും അവരോടുള്ള പകപോക്കലിന്റെ ഭാഗമായിട്ടല്ല. നമ്മുടെ ഈമാനും അമലും കാത്തു സൂക്ഷിക്കണമെങ്കിൽ സാധാരണക്കാരായ നമുക്ക് ചെയ്യാനുള്ള അതിന്റെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള വഴി അത്തരം പ്രസ്ഥാനങ്ങളുമായിട്ട് അകലം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ അകലം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് കഴിഞ്ഞ 100 വർഷമായി നമ്മുടെ പണ്ഡിതന്മാർ നിരന്തരമായി ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഉത്ബോധനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് നിലനിർത്തിയത് കൊണ്ടാണ് ആ അർത്ഥത്തിൽ ബിദഅി പ്രസ്ഥാനങ്ങളെയെല്ലാം അകറ്റി നിർത്തി ഇന്നും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം വിശ്വാസപരമായും കർമ്മപരമായും അവരേതു വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന കൃത്യമായ ദിശ നിർണയിച്ചു കൊടുക്കുന്നിടത്ത് സമസ്ത കേരള ജംഇയ്യത്തുലമയെ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് സമൂഹം എത്തിച്ചേരാൻ കാരണം ഈ ഒരു വളരെ ശക്തമായിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ അകറ്റി നിർത്തി മുസ്ലിം സമുദായത്തിന്റെ ഭദ്രമായ കെട്ടുറപ്പ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മഹല്ല് സംവിധാനം, നമ്മുടെ മദ്രസകൾ, നമ്മുടെ അറബിക് കോളേജുകൾ, നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ, നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഒരു കോട്ട പോലെ അത്തരം പ്രസ്ഥാനങ്ങൾക്കൊന്നും ഒരർത്ഥത്തിലും സ്വാധീനം ചെലുത്താൻ കഴിയാത്ത വിധത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോ സ്വാഭാവികമായിട്ടും ബിദഅി പ്രസ്ഥാനങ്ങൾ തന്ത്രപരമായിട്ടുള്ള ചില വഴികൾ ആലോചിക്കാൻ തുടങ്ങി. അവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇപ്പൊ പഴയ കാലം പോലെയല്ല. നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ മുസ്ലിങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ട കാലമാണ്. നമ്മൾ ഈ സുന്നി മുജാഹിദും പറഞ്ഞ് തർക്കിക്കേണ്ട കാലമല്ല. നമ്മൾ സുന്നി മുജാഹിദും ജമാഅത്തും പറഞ്ഞ് തർക്കിക്കേണ്ട സന്ദർഭമല്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമാണ്. അതുകൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങളോടൊക്കെയുള്ള ആശയപരമായ വിയോജിപ്പുകളൊക്കെ നിലനിർത്തിയാൽ തന്നെ പരസ്പരം കൂട്ടായ്മകളും പരസ്പരം കൂടിയാലോചനകളും പരസ്പരം ഒരുമിച്ചുള്ള അത്തരത്തിലുള്ള പദ്ധതികളും പരിപാടികളിലും ഒക്കെ സഹകരിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ സാഹചര്യം ഉണ്ടായാൽ മാത്രം പോരാ, അവരും നമ്മളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ, അതുപോലുള്ള സൗഹൃദങ്ങൾ, സംഭാഷണങ്ങളൊക്കെ വർദ്ധിപ്പിക്കണം. കാരണം എന്താണ്? രാജ്യത്തെ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ നേരിടാൻ നമ്മൾ മറന്നു പോകുന്നു.
അപ്പൊ യഥാർത്ഥ ശത്രു ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ആ ഭിന്നിപ്പിനെ ചൂഷണം ചെയ്ത് സമുദായത്തെ ഞെക്കിക്കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പരസ്പരം അടിക്കുന്നത് ശരിയല്ലല്ലോ എന്നാണ് ഉപദേശം. ഇത് പറയുന്ന കേട്ടാൽ അത് ശരിയാ, രാജ്യത്ത് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന സന്ദർഭമാണ്. ഏക സിവിൽ കോഡ് വരാൻ വേണ്ടി പോകുന്നു, വഖഫ് നിയമം പാസാക്കപ്പെട്ടിരിക്കുന്നു, പൗരത്വ നിയമം പാസാക്കപ്പെട്ടിരിക്കുന്നു. രാജ്യത്തെ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. അപ്പൊ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് മുസ്ലിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ഈ സന്ദർഭത്തിൽ ഇപ്പൊ ഈ ബിദ്അത്തും സുന്നത്തും ബിദ്അത്തും പറയാനും ഈ തൗഹീദും ശിർക്കും പറഞ്ഞിട്ട് നമ്മൾ സമയം കളയുന്നത് ശരിയല്ലല്ലോ. ഇതാണ് പലരുടെയും ചോദ്യം. നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പൊ ഒരു നരേന്ദ്രമോദി എന്നൊരു പ്രധാനമന്ത്രിയെങ്കിലും രാജ്യത്തുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രി പോലും ഇല്ലാത്ത കാലത്ത്, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത കാലത്ത്, ഈ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഈ രാജ്യത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്നവനാണ്, ബ്രിട്ടീഷ് അനുകൂലിയല്ല എന്നൊറ്റ കാരണത്താൽ ഈ രാജ്യത്ത് നിരന്തരമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് വെടിവെച്ച് കൊന്ന് അന്തമാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് നാട് കടത്തിയിട്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ചുട്ട് ചാമ്പലാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അന്നാണ് ഇതിനുവേണ്ടി സമസ്ത രൂപീകരിച്ചത്. അന്ന് ഏതെങ്കിലും പണ്ഡിതന്മാര് പറഞ്ഞോ ഒന്ന് സ്വാതന്ത്ര്യം കിട്ടിക്കോട്ടെ എന്നിട്ട് സമസ്ത ഉണ്ടാക്കാം? നമ്മളിപ്പോ ഒരുമിച്ച് നിൽക്കേണ്ട സമയമല്ലേ? നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തേണ്ട സമയത്ത് ഇപ്പൊ മുജാഹിദിനെതിരെ സമരം നടത്താൻ പാടുണ്ടോ? ആരെങ്കിലും പറഞ്ഞായിട്ട് ചരിത്രത്തിൽ കാണാൻ പറ്റുമോ? നമ്മളിപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തേണ്ട സമയമാണ്. ഈ രാജ്യത്തിന് ജനിച്ചു വീണ നാടിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവരുത്തുമ്പോഴാണ് മുജാഹിദിന്റെ തൗഹീദും ശിർക്കും പരിശോധിക്കാൻ പോകുന്നത്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണുമോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസി സമൂഹത്തിന്റെ ഈമാനിന് കാവൽ നിൽക്കുകയാണ്. അത് രാജ്യം ആര് ഭരിക്കുന്നു ഭരിക്കുന്നില്ല നോക്കിയിട്ടല്ല. അത് സ്വാതന്ത്ര്യമുള്ള രാജ്യമാണെങ്കിലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന രാജ്യമാണെങ്കിലും അക്രമിയായ ഭരണാധികാരി ഭരണം നടത്തുന്ന കാലമാണെങ്കിലും ഇനി മിത്രമായി എല്ലാവരെയും ഒരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണാധികാരിയുടെ കാലമാണെങ്കിലും ആര് രാജ്യം ഭരിച്ചാലും അടിസ്ഥാനപരമായി പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം പരിശുദ്ധമായ ദീൻ, ആ ദീൻ നിലനിർത്തലും സ്ഥാപിക്കലും അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമാണ്. അതുകൊണ്ട് സമകാലികമായിട്ടുള്ള ചുറ്റുപാടുകളും വെല്ലുവിളികളും പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് ബിദഈ പ്രസ്ഥാനങ്ങൾക്കുള്ള എതിർപ്പിനെ ലാഘവത്തോടുകൂടി നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിന്റെ മറവിൽ ബിദഈ പ്രസ്ഥാനങ്ങൾക്ക് കയറി വരാനും അവർക്ക് നമ്മളിലേക്ക് അടുക്കാനും നമ്മളെ ചെറുപ്പക്കാരെ വലവീശാനും ഒക്കെയുള്ള ബിദഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ കുതന്ത്രപരമായ നീക്കങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൂട്ടത്തിലുള്ള ചില സാധുക്കളും പെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയിരിക്കും. അപ്പൊ നമ്മുടെ കുറച്ച് ആളുകൾക്ക് അവിടെ ക്യാമ്പിൽ പോയി ക്ലാസ് എടുക്കാം. അവരിൽപ്പെട്ട നല്ല പ്രഭാഷകരെ നമ്മളെ കോളേജിൽ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കാം. അവര് ആശയമൊന്നും പറയുന്നില്ല, ഇതാണ് അതിനുള്ള വിശദീകരണം. അവരവരുടെ ആശയമൊന്നും പറയുന്നില്ല, പക്ഷെ നല്ല മോട്ടിവേഷൻ ക്ലാസ് ആണ്, നല്ല ട്രെയിനിങ് ആണ്, നല്ല ലീഡർഷിപ്പ് ട്രെയിനിങ്. ആള് മുജാഹിദ് ആയിക്കോട്ടെ, പക്ഷെ നല്ല ലീഡർഷിപ്പ് ട്രെയിനിങ് ആണ്. അതുകൊണ്ട് നമ്മൾ അറബി കോളേജിലെ കുട്ടികൾ ക്ലാസ് എടുക്കാം. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? അവര് നമ്മുടെ കോളേജിൽ വരുന്നു, കുട്ടികൾക്ക് നല്ല മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നു, നല്ല ലീഡർഷിപ്പ് ട്രെയിനിങ് കൊടുക്കുന്നു. വളരെ ആകർഷകമായ ക്ലാസ് കേൾക്കുമ്പോ ആ ക്ലാസ്സിന് അവസാനം ഈ ക്ലാസ് എടുക്കുന്ന ആള് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വേണമെങ്കിൽ വിളിക്കാം. നമ്പർ എല്ലാവരും എഴുതിയെടുത്തോ. ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട്, നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം. എന്റെ അക്കൗണ്ട് ഇതാണ്. ആ ക്ലാസ് മുതൽ ആ ക്ലാസ്സിൽ ആകർഷ്ടരായ കുട്ടികൾ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഫോളോവറാണ്. തുടർന്ന് യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു, തുടർന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായി കേവലം മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഒതുങ്ങുന്നില്ല, ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൽ ഒതുങ്ങുന്നില്ല. അവര് അവരുടെ സമ്മേളനങ്ങളിൽ നടക്കുന്ന ബിദഈ പ്രസ്ഥാനത്തിന്റെ ആശയ പ്രചാരണങ്ങളിൽ ഈ പറയപ്പെട്ട പല കുട്ടികളും പെട്ടുപോകുന്നു. തൊട്ടടുത്ത് മുജാഹിദ് സമ്മേളനം നടക്കുന്നുണ്ട്. ആ മുജാഹിദ് സമ്മേളനം നടക്കുന്ന സമയത്ത് അതിന്റെ പ്രോഗ്രാം നോട്ടീസ് കണ്ടപ്പോ ഇത് നമ്മുടെ കോളേജിൽ ക്ലാസ് എടുക്കാൻ വന്ന ആളാണല്ലോ, നമുക്കൊന്ന് പോയി നോക്കിയാലോ. കോളേജിൽ വന്നപ്പോ നല്ല ക്ലാസ് ആയിരുന്നു, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ ഉസ്താദിനോട് ചോദിച്ചു,
ഉസ്താദ് പറഞ്ഞു അയാൾ ക്ലാസ് എടുക്കുന്ന ആ സെഷനിൽ മാത്രം പോയിട്ട് പോന്നോ. ഇത്ര നല്ല ഉസ്താദ്മാരുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അയാൾ ക്ലാസ് എടുക്കുന്ന ആ സെഷനിൽ മാത്രം പോയിട്ട് പോന്നോ. തൊപ്പിയൊക്കെ ഊരി പോവുകയാണെങ്കിൽ സൗകര്യമായി. എന്താ പിന്നെ നാട്ടുകാർ കാണൂലല്ലോ. നാട്ടുകാരെ ചെലവിലാണ് ജീവിക്കണം എന്നുള്ള ബോധമില്ല. ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഇത്തരം ബിദഈ പ്രസ്ഥാനങ്ങളുമായി കൂട്ടുചേർന്നുകൊണ്ട് സമൂഹത്തിൽ ഒരു സങ്കര സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ ബിദഈ പ്രസ്ഥാനങ്ങൾ അജണ്ട തയ്യാറാക്കിയിരിക്കുന്നു. ഇതിനെതിരെ നാം ജാഗ്രത പാലിക്കണം. ബിദഈ പ്രസ്ഥാനങ്ങൾ തയ്യാറാക്കപ്പെട്ട അജണ്ടക്ക് പിറകെ നമ്മുടെ വളർന്നുവരുന്ന മുതഅല്ലിം സഹോദരന്മാർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് അത് കേവലം സംഘടനാ പ്രശ്നമല്ല. അത് അവന്റെ ഈമാനിനെ ബാധിക്കുന്ന ഗൗരവതരമായ വിഷയമാണ്. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക സംഘടനകളും SKSF പോലെയുള്ള സംഘടനകളും ഒക്കെ ആദർശപരമായ കാര്യത്തിൽ ഇത്തരമൊരു കണിശമായ സമീപനം മുമ്പേ പുലർത്തിയിരുന്നു. അത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താൻ ആവശ്യമായിട്ട് ചില നീക്കങ്ങളിലേക്ക് വന്നത്. എന്നിട്ട് നമ്മുടെ ഉസ്താദുമാരോ നേതാക്കളോ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞോ പ്രസംഗിച്ചോ കഴിഞ്ഞാൽ ഇപ്പണ്ട് കുറച്ച് 110 ഇറങ്ങിയിട്ടുണ്ട്. അതിനുള്ള വിശദീകരണം അതാണ്. ഇപ്പൊ കുറച്ച് 110 ഇറങ്ങിയിട്ടുണ്ട്. 989 ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു തുടക്കം കുറിച്ചിരുന്നത്. 89ഉം ഈ 2025 തമ്മിൽ ഒരു നിലക്കും സമീകരിക്കേണ്ടതില്ല. അത് രണ്ടും രണ്ടാണ്. 89 വന്ന ആളുകൾ 89ന്റെ സ്വഭാവത്തിൽ തന്നെ നിലനിൽക്കട്ടെ. അതിനെ ഇതുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് ആരെ കൊണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം, അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊക്കെ രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കണ കാര്യമല്ല. നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പൊ കുറച്ച് 110 ഇറങ്ങിയതല്ല. ഈ 110 924 രൂപീകരിച്ച 110 ആണ്. അത് കഴിഞ്ഞ 100 വർഷക്കാലം വളരെ ഭംഗിയായി മനോഹരമായി നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും കൊണ്ടു നടന്നു. ഇതിനെ ഈ അർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ നമ്മുടെ സമൂഹത്തിൽ ശ്രമങ്ങൾ നടക്കുമ്പോ അതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ബോധ്യപ്പെടാനും ആ അർത്ഥത്തിൽ ബോധ്യപ്പെടുത്താനും നമുക്ക് സാധ്യമാകണം. അപ്പൊ ഇത്തരത്തിലുള്ള അപകടകരമായ പ്രവണതകൾ നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ, യുവജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാനും അതിലൂടെ ബിദഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാനൊക്കെ അത്തരം പ്രസ്ഥാനങ്ങൾ രഹസ്യമായ അജണ്ടകൾ തയ്യാറാക്കിക്കൊണ്ട് നടപ്പാക്കുമ്പോൾ അതിനെ കൃത്യമായി അതിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്വം ഇതിനു വേണ്ടി മാത്രം സ്ഥാപിതമായ ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ സമസ്ത കേരള ജംഇയ്യത്തുലുമക്കും അതിന്റെ പോഷക ഘടകങ്ങൾക്കും ഉണ്ട്. ആ അർത്ഥത്തിലാണ് നമ്മുടെ സംഘടനകളും സ്ഥാപനങ്ങളും മുന്നോട്ട് പോകേണ്ടത്. ആ അർത്ഥത്തിലാണ് നമ്മുടെ മഹല്ല് ജമാഅത്തുകൾ മുന്നോട്ട് പോകേണ്ടത്. ആ മഹല്ല് ജമാഅത്തുകളാണെങ്കിലും മദ്രസകളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന താല്പര്യം കൊണ്ടാണ് നമ്മുടെ പൂർവികരായ ആളുകൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തതും അതിന് പണം മുടക്കിയതും അതിന് സംഭാവന കൊടുത്തതും അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് അവർ വിയർപ്പൊഴുക്കിയതൊക്കെ ഈ പരിശുദ്ധമായ ദീനിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യുവാനുമാണ്. ഈ യാഥാർത്ഥ്യത്തെ മൂടിവെച്ചുകൊണ്ട് ഇതുപോലുള്ള ചില കുപ്രചാരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും വിഭാഗീയത ഉണ്ടാക്കാനും ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കേണ്ട ഐക്യം, ആ കൂട്ടായ്മ അതെല്ലാ കാലത്തും നിലനിൽക്കണം. നമ്മുടെ ഒരു മഹല്ല് സംവിധാനം, ആ മഹല്ലിൽ പള്ളി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, മദ്രസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അറബി കോളേജ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ ഏത് ദീനീ സംരംഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനപരമായ ആവശ്യവും ലക്ഷ്യവും എന്താണ്? പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ ആശയാദർശങ്ങൾക്കനുസരിച്ചു നമ്മുടെ കുട്ടികൾ പഠിക്കണം. ആ അർത്ഥത്തിൽ തർബിയത്ത് ലഭ്യമാകണം. അങ്ങനെ അവർ പഠിച്ചു വളർന്ന് മാതൃകായോഗ്യരായി സമൂഹത്തിൽ മുന്നോട്ട് വരണം. ഇതാണല്ലോ താല്പര്യം. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 11,000-ലധികം മദ്രസകൾ നടത്തുന്നുണ്ട്. ഈ 11,000-ലധികം വരുന്ന മദ്രസകളുടെ എണ്ണത്തെ
വേണമെങ്കിൽ സമസ്ത ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് വേണമെങ്കിൽ 11,000 എന്നുള്ളത് 22,000-ഓ 25,000-ഓ ആക്കാൻ വഴിയുണ്ട്. എന്താണ് വഴി? സമസ്ത ഒരു പ്രഖ്യാപനം നടത്തുക, ഏതായാലും ഞങ്ങൾ 10-11,000 മദ്രസകൾ നടത്തുന്നുണ്ട്, ഞങ്ങൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പഠിക്കാൻ സൗകര്യപ്രദമായ ഒരു സിലബസ് തയ്യാറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മുജാഹിദിന് വേറെ മദ്രസ ഉണ്ടാക്കേണ്ടതില്ല, കാരണം അവർക്കൊക്കെ മദ്രസയിൽ കുറഞ്ഞ കുട്ടികൾ ഉണ്ടാവുള്ളൂ, ഒരുപാട് കഷ്ടപ്പാടും അധ്വാനവും പണച്ചെലവുമാണ്. ജമാഅത്തെ ഇസ്ലാമി മദ്രസ സ്ഥാപിച്ചു കഴിഞ്ഞാൽ 10-12 കുട്ടികൾ ഉണ്ടാവുള്ളൂ, അതിന് അധ്യാപകർ വെക്കണം, കെട്ടിടം ഉണ്ടാക്കണം. അപ്പൊ എല്ലാ മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും പഠിക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ, എല്ലാ ആളുകൾക്കും യോജിക്കാവുന്ന രീതിയിൽ ഞങ്ങളൊരു ജനറൽ സിലബസ് സമസ്ത ഉണ്ടാക്കാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തിയാൽ എല്ലാ മുജാഹിദുകാരനും ജമാഅത്തുകാരനും തബ്ലീഗുകാരനും ഓടി വന്നിട്ട് പറയുന്ന ഞങ്ങളെ കുട്ടികളെയും ചേർത്തോളി എന്ന് പറയും. എന്താണ്? അവർക്ക് പണച്ചെലവില്ല, അധ്വാനമില്ല, അതിനുവേണ്ടി ഒരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. സമസ്ത കേരള ജംഇയ്യത്തുലമ മദ്രസയുടെ എണ്ണം കൂട്ടാൻ വേണ്ടി അത്തരം ഒരു രീതി സ്വീകരിച്ചിട്ടില്ലല്ലോ. സമസ്ത മദ്രസ സ്ഥാപിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയം അനുസരിച്ചുകൊണ്ട് 1-ാം ക്ലാസ് മുതൽ നമ്മുടെ കുട്ടികൾ പഠിച്ചു വളരണം. സമസ്ത ഉണ്ടാക്കിയ പാഠ്യപദ്ധതി എങ്ങനെയാണ്, അതിന്റെ സിലബസ് എങ്ങനെയാണ്, അതിന്റെ പരീക്ഷ എങ്ങനെയാണ്, അതിന്റെ പാഠപുസ്തകം എങ്ങനെയാണ്, അതിന്റെ മദ്രസയിൽ ഉസ്താദുമാർക്ക് പരിശീലനം കൊടുക്കുന്ന എങ്ങനെയാണ്, അതിന്റെ മുഫദ്ദിസുമാർ പരിശോധന നടത്തി ഉറപ്പുവരുത്തേണ്ടത് ഈ രീതിയിൽ തന്നെ മദ്രസ മുന്നോട്ട് പോകുന്നു എന്നതിന് വേണ്ടിയിട്ടാണ്, മദ്രസയുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടല്ല. ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു മദ്രസ ആരംഭിക്കുന്നു, അവിടെയുള്ള ധനാഢ്യനായ ഒരാൾ ഒരു 25 സെന്റ് സ്ഥലം തരുന്നു, ഇവിടെ നിങ്ങൾ മദ്രസ നിർമ്മിച്ചോ, ഞാൻ ഈ സ്ഥലം തരാം. നാട്ടുകാർ മീറ്റിംഗ് ചേരുന്നു, അവര് പണം പിരിക്കുന്നു, കെട്ടിടമുണ്ടാക്കുന്നു. ആ കെട്ടിടമുണ്ടാക്കി മദ്രസ ഉദ്ഘാടനത്തിനായാൽ ആ നാട്ടുകാർ കൂടി തീരുമാനിക്കുന്ന ഒരു തീരുമാനമുണ്ട്, നമ്മുടെ ഈ മദ്രസക്ക് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരം വേണം, സമസ്തയുടെ അംഗീകാരം വേണം. എന്താണ് അവരങ്ങനെ കൂടി തീരുമാനിക്കാൻ കാരണം? എന്റെ നാട്ടിൽ വളർന്നു വരുന്ന കുട്ടികൾ ദീൻ പഠിക്കേണ്ടത് സമസ്തയിൽ നിന്നായിരിക്കണം എന്ന താല്പര്യം കൊണ്ടും വിശ്വാസം കൊണ്ടുമാണ്. ഒരുപക്ഷെ സാമ്പത്തികമായി മറ്റു ചില സിലബസുകളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ലാഭമുണ്ടാകും, സൗകര്യങ്ങളുണ്ടാകും. എന്താണ് അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എന്റെ നാട്ടിലെ കുട്ടികൾ പഠിക്കേണ്ടത് സമസ്തയുടെ സിലബസ് ആയിരിക്കണമെന്ന് ആ നാട്ടുകാർ ഒരുമിച്ച് തീരുമാനമെടുക്കാൻ കാരണം? സമസ്തയിൽ നിന്നാണ് ദീൻ പഠിക്കേണ്ടത്, അപ്പോഴാണ് യഥാർത്ഥ ദീൻ പഠിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് അവസരം സംജാതമാകൂ എന്ന തിരിച്ചറിവല്ലേ അതിന്റെ അടിസ്ഥാനം. പല ആളുകളും പറയാറുണ്ട്, സമസ്തയുടെ 11,000 മദ്രസയുടെ കണക്ക് പറയുമ്പോൾ പല ആളുകളും പറയും, സമസ്തയുടെ മദ്രസ ഉണ്ടാക്കി കൊടുത്തത് നാട്ടുകാർ സ്ഥലം ഉണ്ടാക്കി, നാട്ടുകാർ മദ്രസ ഉണ്ടാക്കി, നാട്ടുകാരിൽ നിന്ന് വരിസംഖ്യ പിരിച്ചിട്ട് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു. നിങ്ങൾ പാഠപുസ്തകം തരുന്നുണ്ടെങ്കിൽ പാഠപുസ്തകത്തിന് പണം വാങ്ങുന്നില്ലേ? പരീക്ഷ നടത്തുന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ഫീസ് വാങ്ങുന്നില്ലേ? എല്ലാത്തിനും കാശ് വാങ്ങിയിട്ട് എല്ലാം ഞങ്ങൾ നാട്ടുകാർ ചെലവഴിച്ചിട്ട് പിന്നെ എങ്ങനെ സമസ്തയുടെ മദ്രസ എന്ന് പറയുന്ന? നിങ്ങൾ ആലോചിക്കണം, അങ്ങനെയൊക്കെ കാശ് വാങ്ങിയിട്ടും പണം പിരിച്ചിട്ടും മദ്രസക്ക് പരീക്ഷയ്ക്ക് ഫീസ് വാങ്ങിയിട്ടും അതേപോലെ പുസ്തകത്തിന് ഫീസ് വാങ്ങിയിട്ടും അധ്യാപകർക്ക് ശമ്പളം കൊടുത്തിട്ടൊക്കെ മദ്രസ നടത്തുമ്പോഴും നമ്മുടെ നാട്ടിൽ മദ്രസ നടത്തേണ്ടത്, മദ്രസക്ക് അംഗീകാരം ലഭ്യമാകേണ്ടത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൽ നിന്നാകണമെന്ന് ആ നാട്ടുകാർ കൂടി തീരുമാനിക്കുന്നതിന്റെ കാരണം എന്താണ്? അത് ഈ പ്രസ്ഥാനത്തിലുള്ള വിശ്വാസമാണ്. അത് ഈ പ്രസ്ഥാനത്തിലുള്ള വിശ്വാസമാണ്. എന്തിന്റെ വിശ്വാസം? ഈ പ്രസ്ഥാനത്തിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഒരു മദ്രസ നടത്തിയാൽ, ഒരു അറബിക് കോളേജ് ഉണ്ടാക്കിയാൽ, ഒരു പള്ളി മദ്രസ സ്ഥാപിച്ചാൽ അവിടെ പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ ആശയങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമെന്ന ഇവിടുത്തെ സമൂഹത്തിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ തകിടം മറിക്കുന്ന, ആ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന, ആ വിശ്വാസത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ആ വിശ്വാസത്തെക്കുറിച്ച് സമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു സങ്കര സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ആര് ശ്രമിച്ചാലും ഒരു വിട്ടുവീഴ്ചയുമില്ല. ആ സങ്കര സംസ്കാരം ഉൾക്കൊള്ളാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ സന്നദ്ധരല്ല എന്ന് വിളിച്ചു പറയാൻ നമുക്ക് സാധ്യമാകണം. ഇത് പറയുമ്പോ ചില സ്ഥാപനത്തിൽ അത് പറയുമ്പോ, ചില മദ്രസയിൽ ഉസ്താദുമാരോട് അത് പറയുമ്പോ ഉസ്താദ് പറയാം, നിങ്ങൾ ഇങ്ങനെയൊക്കെ നടപ്പാക്കുകയാണ്, ഞാൻ ഇവിടുന്ന് പോകും. നമ്മുടെ മദ്രസയിൽ ഇതൊക്കെ നടപ്പാക്കി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകും. ഇവൻ പോവല്ല, ഇവൻ മരിച്ചാ മദ്രസ നടക്കണ്ടേ? അല്ല, ഇവൻ പോയോ പോയില്ലേ എന്നുള്ളല്ല, ഇവൻ മരിച്ചാലാ മദ്രസ നടക്കണ്ടേ? ഇവന്റെ മരണം വരെ ഉള്ളൂ ഈ മദ്രസ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ?
ഇങ്ങനെ ആശയക്കുഴപ്പമുണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഏതെങ്കിലും സ്ഥാപനങ്ങളെയോ സംവിധാനങ്ങളെയോ ഒക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുമെന്നൊക്കെ ആരെങ്കിലും വ്യാമോഹിക്കുന്നില്ല. അതൊക്കെ മോഹങ്ങൾ മാത്രമാണ്. അതൊക്കെ ഒരു മോഹങ്ങൾ മാത്രമാണ്. കാരണം ഇവിടെ ഏത് സ്ഥാപനങ്ങളാണെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തണലിൽ വളർന്ന് പന്തലിച്ച ഏത് സ്ഥാപനങ്ങളാണെങ്കിലും, ആരതിന്റെ ഭാരവാഹികളാണെങ്കിലും, ആരവിടുത്തെ ഉസ്താദുമാരാണെങ്കിലും, ആരവിടുത്തെ കുട്ടികളാണെങ്കിലും, സമസ്തയുടെ മേൽവിലാസത്തിൽ വളർന്ന് പന്തലിച്ചൊരു സംവിധാനമാണെങ്കിൽ സമസ്തയുടെ മേൽവിലാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു നിമിഷം അത്തരം സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് അന്തസ്സുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് സാധ്യമല്ലെന്ന് പ്രവൃത്തി പദത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇതാരോടെങ്കിലും വലിയ വെല്ലുവിളിയല്ല. കാരണം ഇത് സമസ്തയുടെ സംവിധാനമാണ് എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആ നിയത്തോടുകൂടിയാണ് ആളുകൾ അതിലേക്ക് പണം തരുന്നത്. ഇവിടെ ഏതെങ്കിലും വ്യക്തികളെ കണ്ടുകൊണ്ട് സംഭാവന തരുന്ന ആളുകളുണ്ടോ? ഏതെങ്കിലും കോളേജിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ കണ്ടു, ഓ നിങ്ങളാണ് അവിടുത്തെ ഉസ്താദ്, അതുകൊണ്ട് എന്റെ വക 2 ലക്ഷം, അങ്ങനത്തെ ഉസ്താദുമാർ എവിടെയെങ്കിലും ഉണ്ടോ? ഇത് സമസ്തയുടെ സംവിധാനമാണ്. ഇവിടെ സമസ്തയുടെ ആദർശം പഠിക്കും. ആ സമസ്തയുടെ ആദർശത്തിന് അടിസ്ഥാനത്തിലാണ് ആ സംവിധാനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അത്തരം സംവിധാനങ്ങളെയൊക്കെ ഏതെങ്കിലും തലത്തിലേക്ക് വളച്ചു കെട്ടിയിട്ടൊക്കെ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ തുടക്കത്തിലേ തടയിട്ടിട്ടില്ലെങ്കിൽ അത് വലിയ അബദ്ധമാണ്. അത് തുടക്കത്തിലേ തടയിട്ടിട്ടില്ലെങ്കിൽ അത് വലിയ അബദ്ധമാണ്. ആ അബദ്ധം അല്പം ക്ഷമയോടുകൂടി നമ്മുടെ ഉസ്താദുമാർ കേരളത്തിലൊക്കെ കാത്തുന്നതിന്റെ തിക്തഫലമാണ്. ഞാൻ സമസ്തക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം ആ പറഞ്ഞ ആള് പറഞ്ഞു, ഇത് ഞങ്ങളുടെ സ്വന്തം എൻറ്റിറ്റിയാണ്, ഇതിന് വേറെ ജനബോഡിയാണ്, ഇതിന് വേറെ ഭരണഘടനയാണ്, സമസ്തക്കാർക്ക് ഇവിടെ ഒരു റോളും ഇല്ല എന്ന് വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങൾ ആലോചിക്കണം. അപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തണലിൽ ഏത് സംവിധാനം വളർന്നു വരുന്നുണ്ടെങ്കിലും അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തണലിൽ തന്നെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുക എന്നുള്ളത് അതത് കാലത്ത് അവിടുത്തെ ദീനീ പ്രവർത്തകരുടെ ബാധ്യതയാണ്, ചുമതലയാണ്. അല്ലെങ്കിൽ നാളെ പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പൂർവികരായ ആളുകൾ ലക്ഷക്കണക്കിന് രൂപ തന്നത്, അതിന് ഭൂമിദാനം ചെയ്തത്, അതിനാവശ്യമായ സൗകര്യങ്ങളും സംവിധാനം ഒരുക്കി തന്നത് ഇത് സമസ്തയുടെ ആദർശം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന സംവിധാനമാണ് എന്നവരുടെ വിശ്വാസത്തിലാണ്, ആ നിയത്തിലാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അത്തരത്തിലുള്ള ഭീഷണികളെയും ബലപേശലുകളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ ഉസ്താദുമാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മഹല്ല് ജമാഅത്തിന് മുന്നോട്ട് പോകാൻ കഴിയണം, സ്ഥാപന ഭാരവാഹികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം, സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. കാരണം ആത്യന്തികമായി ഇവിടെ ആര് ജയിക്കുന്നു തോൽക്കുന്നു എന്നുള്ളതല്ല, അതിനേക്കാൾ പ്രധാനം പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയം അനുസരിച്ചുകൊണ്ട് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടുകളിൽ സ്ഥാപനങ്ങൾ ഉണ്ടാകണം, ആ സ്ഥാപനത്തിൽ കുട്ടികൾ വളരണം, അവിടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഈ സമുദായത്തിന് ഈ അർത്ഥത്തിൽ സംഭാവന ചെയ്യാൻ സാധിക്കണമെന്ന അതിന്റെ ആഗ്രഹാഭിലാഷം നിറവേറ്റപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തണലിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പുതിയ സംവിധാനം ആരംഭിക്കുമ്പോഴേക്ക് സമുദായം അത് ഏറ്റെടുക്കാനും സ്വീകരിക്കാനും കാരണം എന്താണ്? ഈ പ്രസ്ഥാനത്തിന് സമൂഹത്തിലുള്ള വിശ്വാസത കൊണ്ടല്ലേ. 2 ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് 2 പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതികൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആരംഭിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ SNEC എന്ന് പറയുന്ന സംവിധാനം 2 വർഷമേ ആയിട്ടുള്ളൂ. മുൻപൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പുതിയ ചില സ്ട്രീമുകളോടുകൂടി ആ വിദ്യാഭ്യാസ സംവിധാനം പരിചയപ്പെടുത്തി. ഒന്നാമത്തെ ഭാഗം എന്താണ്? ദീനീ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുന്ന ഒരു സംവിധാനം, അവർക്ക് ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സംവിധാനം. മറുഭാഗത്ത് ഭൗതിക വിദ്യാഭ്യാസത്തിന് നല്ല പ്രാധാന്യം കൊടുക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കൊക്കെ കുട്ടികൾക്ക് പഠിച്ചു വളരാൻ സാധിക്കണം, മത്സര പരീക്ഷകൾ വിജയിക്കാൻ കഴിയണം. അങ്ങനെ ഭൗതിക വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും. എന്നാൽ ഈ കുട്ടി കൃത്യമായ ദീനിയായ തർബിയത്തോടുകൂടി വളരാൻ ആവശ്യമായ ഭൗതിക മതവിദ്യാഭ്യാസവും കൂട്ടത്തിൽ കൊടുക്കും.
അത് ആൺകുട്ടികൾക്ക് വേറെ, പെൺകുട്ടികൾക്ക് വേറെ, 10ാം ക്ലാസ്സിന് ശേഷം വേറെ, 8ാം ക്ലാസ്സിന് ശേഷം വേറെ, ഇങ്ങനെ വ്യത്യസ്തമായ സ്ട്രീമുകളോടുകൂടി SNEC എന്ന് പറയുന്ന സംവിധാനം ആരംഭിച്ചു. 2 വർഷമേ ആയിട്ടുള്ളൂ. 2 വർഷമേ ആയിട്ടുള്ളൂ. SNECയുടെ ഗവേണിംഗ് ബോഡി ചേരുന്ന സമയത്ത് ഒരുപാട് അപേക്ഷകൾ വരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് അംഗീകാരം വേണം. ആ ഗവേണിംഗ് ബോഡി നടക്കുന്ന ചർച്ച എന്താണ്? അവിടെ വ്യാപകമായിട്ട് ഈ സ്ഥാപനം തുടങ്ങേണ്ടതില്ല. ഓരോ ജില്ലകളിലും ഓരോ പ്രദേശങ്ങളിലും SNECയുടെ ഏതെല്ലാം സ്ട്രീമുകളാണ് വേണ്ടത് എന്ന് ഗവേണിംഗ് ബോഡി തീരുമാനിക്കുകയും ആ തീരുമാനിക്കപ്പെടുന്ന പ്രദേശത്ത് ജില്ലയിൽ അത്തരം സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം അഫിലിയേഷൻ കൊടുക്കുക, ബാക്കി ആർക്കുമില്ല എന്ന കണിശമായ നിയന്ത്രണ സ്വഭാവത്തോടുകൂടി വന്നപ്പോഴേക്ക് പോലും 2 വർഷമായപ്പോഴേക്ക് 50-ലധികം സ്ഥാപനങ്ങളായി കഴിഞ്ഞു. 50-ലധികം സ്ഥാപനങ്ങളായി കഴിഞ്ഞു. കാരണം എന്താണ്? ഇത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നേരിട്ട് നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്ന് കണ്ടപ്പോഴേക്ക് കണ്ണും ചിമ്പി രക്ഷിതാക്കൾ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുവന്നു.